Today's topic is measurement of angles. An angle is a measure of rotation of a given ray about its initial point. The original ray is called the initial side and the final position of the ray after rotation is called the terminal side of the angle. The point of rotation is called the vertex. If the rotation is in anti-clockwise direction, the angle is positive. And if the rotation is in clockwise direction, then the angle is negative. Consider the ray OA. Suppose this ray OA is rotated in the anti-clockwise direction about the point O. അതായത് ഈ ഒ എ എന്ന് പറയുന്ന റേ ഒ എന്ന പോയിന്റിനെ ആസ്പദമാക്കി ആന്റി ക്ലോക്ക് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് പുതിയ ഒരു പൊസിഷൻ കിട്ടും. ദ ന്യൂ പൊസിഷൻ ഓഫ് ദ റേ ഒ എ ഈസ് മാർക്ക്ഡ് ആസ് ഒ ബി. ഒ എ ആന്റി ക്ലോക്ക് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ന്യൂ റേ ആണ് ഒ ബി. ഇനി ദിസ് സൈഡ്, ആദ്യത്തെ പൊസിഷന് ഇനിഷ്യൽ സൈഡ് എന്ന് പറയും. രണ്ടാമത്തെ പൊസിഷന് ടെർമിനൽ സൈഡ് എന്ന് പറയും. ഇതാണ് ആംഗിൾ റൊട്ടേറ്റഡ്. ഇത് ആന്റി ക്ലോക്ക് റൊട്ടേഷൻ ആയതുകൊണ്ട് ആംഗിൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. OA is called the initial side and OB is called the terminal side of the angle, and since the rotation is in anti-clockwise direction, the angle is positive. ഇവിടെ റൊട്ടേറ്റ് ചെയ്ത പോയിന്റ്, ഈ പോയിന്റിനെ ആസ്പദമാക്കിയാണ് റൊട്ടേഷൻ നടന്നത്. Therefore, this point is called the vertex of the angle. O is the vertex, OA is the initial side and OB is the terminal side of the angle. അതുപോലെ റൊട്ടേഷൻ ആന്റി ക്ലോക്ക് ഡയറക്ഷൻ ആയതുകൊണ്ട് ആംഗിൾ പോസിറ്റീവ് ആയിരിക്കും. Now suppose OA is rotated in the clockwise direction, then the new position will be like this. Here also OA is the initial side, OB is the terminal side of the angle, and the angle is negative. O is called the vertex. OA is the initial side, OB is the terminal side, O is the vertex of the angle, and since the rotation is in the clockwise direction, angle is negative. ആംഗിൾ മെഷർ ചെയ്യാൻ പ്രധാനമായും 2 യൂണിറ്റുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഡിഗ്രി മെഷർ ആൻഡ് ദ സെക്കൻഡ് വൺ റേഡിയൻ മെഷർ. ഫസ്റ്റ് വൺ ഡിഗ്രി മെഷർ. 1 degree is 1/360th of a complete revolution. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ സംഭവിക്കുമ്പോൾ വരുന്ന ആംഗിളിൻ്റെ 1/360th പാർട്ടാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. 1 ഡിഗ്രിയെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡിഗ്രി മെഷർ നമുക്ക് നേരത്തെ പരിചയമുള്ളതാണ്. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ്റെ 1/360th പാർട്ടാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. ടോട്ടൽ ആംഗിൾ അറൗണ്ട് എ പോയിന്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ഓൾസോ 1 degree is divided into 60 equal parts and each part is 1 minute. Therefore, 1 degree is 60 minutes and 1 minute is divided into 60 equal parts and each part is 1 second. Therefore, 1 minute is 60 seconds. ഒരു ഡിഗ്രിയെ ഈക്വലായിട്ട് 60 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ഒരു പാർട്ട് 1 മിനിറ്റ് ആയിരിക്കും. Therefore, 1 degree is 60 minutes. അതുപോലെ തന്നെ 1 മിനിറ്റിനെ 60 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 സെക്കൻഡ് ആയിരിക്കും. Therefore, 1 minute is 60 seconds. Second one, radian measure. 1 radian is the angle subtended at the center of a circle by an arc whose length is equal to the radius of the circle.
1 radian is the angle subtended at the center of a circle by an arc whose length is equal to radius of the circle. ഒരു സർക്കിളിൻ്റെ റേഡിയസിന് തുല്യമായ നീളമുള്ള ആർക്ക് സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 1 റേഡിയൻ ആയിരിക്കും. കൺസിഡർ ദിസ് സർക്കിൾ. റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ ഈസ് 1 സെൻറ്റിമീറ്റർ. റേഡിയസിന് തുല്യമായ നീളമുള്ള ഒരു ആർക്ക് വരയ്ക്കുക. അതായത് 1 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ആർക്ക് ഈ സർക്കിളിൽ മാർക്ക് ചെയ്യുക. ഈ ആർക്കിൻ്റെ ലെങ്ത് 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും, അതായത് റേഡിയസിന് തുല്യമായിരിക്കും. ഈ ആർക്ക് സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 1 റേഡിയൻ ആയിരിക്കും. ദിസ് ആംഗിൾ ഈസ് 1 റേഡിയൻ. 1 റേഡിയൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, 1 റേഡിയൻ. നമുക്ക് മറ്റൊരു സർക്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ദിസ് സർക്കിൾ. The radius of this circle is 3 centimeter. അപ്പോൾ 3 സെൻറ്റിമീറ്റർ തന്നെയുള്ള ഒരു ആർക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 3 സെൻറ്റിമീറ്റർ. ഈ 3 സെൻറ്റിമീറ്റർ വരുന്ന ആർക്ക് സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 1 റേഡിയൻ തന്നെ ആയിരിക്കും. സൈഡിൻ്റെ ലെങ്ത് അല്ല ആംഗിളിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ റേഡിയസിന് തുല്യമായ ആർക്ക് സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 1 റേഡിയൻ ആയിരിക്കും. 1 റേഡിയൻ ഈസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ബൈ ആൻ ആർക്ക്. ആ ആർക്കിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഹൂസ് ലെങ്ത് ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. നൗ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഗ്രി മെഷർ ആൻഡ് റേഡിയൻ മെഷർ. Consider a circle of radius r സെൻറ്റിമീറ്റർ. ഈ സർക്കിളിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ റേഡിയസിന് തുല്യമായ ഒരു ആർക്ക്, അതായത് 6 സെൻറ്റിമീറ്റർ തന്നെയുള്ള ഒരു ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 1 റേഡിയൻ ആയിരിക്കും. ഓക്കെ, ഈ സർക്കിളിൻ്റെ റേഡിയസിന് തുല്യമായ നീളമുള്ള ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 1 റേഡിയൻ ആയിരിക്കും. നൗ total perimeter or circumference of this circle is, we know that 2 pi into r. Circumference of this circle is 2 pi into r. അപ്പോൾ ഈ 2 pi r സർക്കംഫറൻസിനെ നമുക്ക് r ലെങ്ത് ഉള്ള ആർക്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 2 pi പീസസ് കിട്ടും. കാരണം ടോട്ടൽ സർക്കംഫറൻസ് 2 പൈ ഇൻറ്റു 6 ആണ്. 6 ലെങ്ത് ഉള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ 2 പൈ പീസസ് കിട്ടും. Therefore, total angle around this point is 2 pi radian. Total angle around a point, കംപ്ലീറ്റ് റെവല്യൂഷൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 2 പൈ റേഡിയൻ ആയിരിക്കും. കാരണം ഒരു 6 വരുമ്പോൾ 1 റേഡിയൻ, രണ്ടാമത്തെ 6 കൂടെ വരുമ്പോൾ 2 റേഡിയൻ ആകും, മൂന്നാമത്തെ 6 ആകുമ്പോൾ 3 റേഡിയൻ കിട്ടും, നാലാമത്തെ 6 ആകുമ്പോൾ 1 2 3 4 റേഡിയൻ കിട്ടും. അങ്ങനെ 2 പൈ ടൈംസ് 6 ലെങ്ത് ഉള്ള പീസസ് ഉള്ളതുകൊണ്ട് 2 പൈ റേഡിയൻ ടോട്ടൽ ആംഗിൾ ഓഫ് എ കംപ്ലീറ്റ് റെവല്യൂഷൻ. നമുക്ക് നേരത്തെ തന്നെ അറിയാം ടോട്ടൽ ആംഗിൾ ഓഫ് എ കംപ്ലീറ്റ് റെവല്യൂഷൻ 360 ഡിഗ്രി ആണെന്ന്. Therefore 2 പൈ റേഡിയൻ ഈസ് 360 ഡിഗ്രി. That's the relationship between degree measure and radian measure. Therefore, pi radian is 180 degree. 2 pi radian is 360 degree. Pi radian is 180 degree. Now, 1 radian is 180 by pi degree. Pi radian 180 ആണെങ്കിൽ 1 radian 180 by pi. On 1 degree is pi by 180 radian. Okay, ഈ റിലേഷൻഷിപ്സ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം. 2 pi radian is 360 degree, pi radian is 180 degree, 1 radian is 180 by pi degree, and 1 degree is pi by 180 radian. ഇനി നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്ന ആംഗിൾസിൻ്റെ കറസ്പോണ്ടിങ്
ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും ഒന്ന് കൺസിഡർ ചെയ്യാം. സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾസ് ആണ് 360 ഡിഗ്രി, ദാറ്റ് ഈസ് 2 പൈ റേഡിയൻ, 180 ഡിഗ്രി ഈസ് പൈ റേഡിയൻ. നൗ 30 ഡിഗ്രി എന്ന് പറയുന്നത് 180യുടെ 6/1 ദെർഫോർ പൈ ബൈ 6 റേഡിയൻ. 45 ഡിഗ്രി ഈസ് 180യുടെ 4/1 ദെർഫോർ പൈ ബൈ 4 റേഡിയൻ. ഇനിയും 60 ഡിഗ്രി ഈസ് പൈ ബൈ 3 റേഡിയൻ. 90 ഡിഗ്രി ഈസ് പൈ റേഡിയൻ, പൈ ബൈ 2 റേഡിയൻ, എക്സെട്ര. റേഡിയന് നമ്മൾ എപ്പോഴും ഈ സിമ്പിൾ ഇടണം എന്നില്ല. ഡിഗ്രിക്ക് സാധാരണ ആ ഡിഗ്രിയുടെ സിമ്പിൾ ഇടാറുണ്ട്. അപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന ആംഗിൾസിൻ്റെ ഡിഗ്രി മെഷറും കറസ്പോണ്ടിങ് റേഡിയൻ മെഷറും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. First problem, convert the following degree measures into the corresponding radian measures. ഒന്നാമത്തെ പ്രോബ്ലം 240 ഡിഗ്രി. ഈ 240 ഡിഗ്രിയെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ ആക്കാനാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ 1 ഡിഗ്രിയുടെ റിലേഷൻ ബൈ ഹാർട്ട് ചെയ്ത് എഴുതാം. തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പൈ റേഡിയൻ ഈസ് 180 ഡിഗ്രി എന്നായിരിക്കും എഴുതുക റിലേഷൻഷിപ്പ്. പൈ റേഡിയൻ ഈസ് 180 ഡിഗ്രി. നമുക്ക് ഡിഗ്രിയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഫോർ 1 ഡിഗ്രി ഈസ്, ഈ 180 ഇങ്ങനെ ക്രോസ് ചെയ്ത് താഴോട്ട് പോകും, പൈ ബൈ 180 റേഡിയൻ. 1 ഡിഗ്രി ഈസ് പൈ ബൈ 180 റേഡിയൻ. ഇത് ഡയറക്റ്റ് ബൈ ഹാർട്ട് ചെയ്താലും മതി. നൗ 240 ഡിഗ്രി ഈസ് ഈക്വൽ ടു, 1 ഡിഗ്രി പൈ ബൈ 180 ആണെങ്കിൽ 240 ഡിഗ്രി കണ്ടുപിടിക്കാൻ 240 ഇൻറ്റു പൈ ബൈ 180. ഇത് നിങ്ങൾക്ക് കട്ട് ഷോട്ട് ചെയ്ത് എഴുതാം. പൈയുടെ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. കട്ട് ഷോട്ട് ചെയ്യാൻ കാൽക്കുലേറ്റർ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സയൻറ്റിഫിക് കാൽക്കുലേറ്ററാണ് വാങ്ങിക്കേണ്ടത്. ഫോർ കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ 240 ബൈ 180 എന്ന് പറയുന്നത് 4/3 എന്ന് വരും. 4/3 പൈ റേഡിയൻ. 240 ഡിഗ്രിയെ റേഡിയൻ ആക്കാൻ 240 ഡിഗ്രിയെ റേഡിയൻ ആക്കാൻ 1 ഡിഗ്രിയുടെ റിലേഷൻ എഴുതുക. ദെർഫോർ 240 ഡിഗ്രി ഈസ് 240 ഇൻറ്റു പൈ ബൈ 180. സെക്കൻഡ് പ്രോബ്ലം 40 ഡിഗ്രി 20 മിനിറ്റ്സ്. 40 ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ചൊരു പോർഷൻ കൂടെ ഉണ്ട്, 20 മിനിറ്റ്സ് കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം അതിനെയും കൂടെ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പഠിപ്പിച്ചു 1 ഡിഗ്രി ഈസ് 60 മിനിറ്റ്സ്. Therefore 20 minutes is equal to 60ന്റെ 3/1 20. Therefore 1/3 ഡിഗ്രി. 1 ഡിഗ്രി 60 മിനിറ്റ്സ് ആണെങ്കിൽ 60/3 20 എന്ന് പറയുന്നത് 1/3 ഡിഗ്രി ആയിരിക്കും. Therefore 40 ഡിഗ്രി 20 മിനിറ്റ്സ് ഈസ് 40 and 1/3 ഡിഗ്രി. 40 and 1/3 ഡിഗ്രി. ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ? 40 ഇൻറ്റു 3 + 1 ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് ഈ ന്യൂമറേറ്റർ കൊണ്ട് ആഡ് ചെയ്യണം. 40 ഇൻറ്റു 3 120 + 1 121/3 ഡിഗ്രി. അപ്പോൾ ക്വസ്റ്റ്യൻ 40 ഡിഗ്രി 20 മിനിറ്റ്സ് എന്നുള്ളത് ഇപ്പോൾ 121/3 ഡിഗ്രി എന്നായി. ഇനി നമുക്കറിയാം പൈ റേഡിയൻ ഈസ് 180 ഡിഗ്രി. Therefore 1 ഡിഗ്രി ഈസ് പൈ ബൈ 180 റേഡിയൻ. വീണ്ടും പറയാണ്, ഡയറക്റ്റ് ഫോർമുല കാണാതെ പഠിച്ചാലും മതി. Therefore 121/3 ഡിഗ്രി ഈസ് ഈക്വൽ ടു, നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ 121/3 എന്നായിട്ടുണ്ട്. 1 ഡിഗ്രി പൈ ബൈ 180 ആണ്. Therefore 121/3 ഇൻറ്റു പൈ ബൈ 180 ദാറ്റ് ഈസ് ഈക്വൽ ടു 121/3 ഇൻറ്റു 180 540 പൈ റേഡിയൻ. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം. ദിസ് ഈസ് ദ ആൻസർ. വൺ മോർ ക്വസ്റ്റ്യൻ. -47 ഡിഗ്രി 30 മിനിറ്റ്സ്. നെഗറ്റീവ് വന്നത് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ടാണ്. അത് നമ്മുടെ ക്വസ്റ്റിനെ ബാധിക്കുന്നില്ല. നൗ 1 ഡിഗ്രി ഈസ് 60 മിനിറ്റ്സ്. Therefore 30 മിനിറ്റ്സ് അതിൻ്റെ പകുതി 1/2 ഡിഗ്രി. Therefore -47 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ് -47 and 30 minutes is 1/2 ഡിഗ്രി. ഇതിനെ
ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. അതെങ്ങനെയാ? ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യണം, +1. നെഗറ്റീവ് വെളിയിൽ കിടന്നോളൂ. നെഗറ്റീവ് ഇൻറ്റു ചെയ്യുമ്പോഴൊന്നും എടുത്ത് തെറ്റിക്കരുത്. 47 × 2 94 +1 95/2 degree. Therefore, -95/2 degree is -95/2 × π/180. നിങ്ങൾ എല്ലാ പ്രോബ്ലത്തിലും ഫോർമുല എഴുതണം. ഇവിടെ ഞാൻ ഫോർമുല എഴുതിയില്ല. This is equal to -95/2 × 180. കട്ട് ഷോട്ട് ചെയ്യുക. -19/72 π റേഡിയൻ എന്ന് വരും. Second problem, convert the following radian measures into degree measures. Use the value of pi as 22/7. First problem, 5 pi/3 radian. Pi radian is 180 degree. നമുക്കിവിടെ റേഡിയനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. therefore 1 റേഡിയൻ, ആ എക്സ്പ്രഷനാണ് വേണ്ടത്. പൈ താഴോട്ട് പോകും. 180/π degree. therefore 5 pi/3 radian is equal to 5 pi/3 into 180/π. ഒരു റേഡിയൻ 180/π ഡിഗ്രി ആണെങ്കിൽ 5 pi/3 റേഡിയൻ ഈസ് 5 pi/3 into 180/π. പൈയും പൈയും ക്യാൻസൽ ആവും. 5 into 180/3 is 300 degree. Okay. Now second problem, 6 radian. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 radian is 180/π. For 6 radian is 180/π into 6. 6 into 180/π. പൈയുടെ വാല്യൂ 22/7 തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വാല്യൂ തന്നെ കൊടുക്കണം. 180/22/7 into 6. റെസിപ്രോക്കൽ എടുക്കുക. 180 into 6 into 7/22. 22/7 റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുക. തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പം നമുക്ക് 343.63 കാൽക്കുലേറ്റർ ചെയ്യുക. 343.63 ഡിഗ്രി എന്ന് കിട്ടും. ഇത് എഴുതിയാൽ മതി. പക്ഷേ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതിന് ഉള്ള മെത്തേഡ് പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സയൻറ്റിഫിക് കാൽക്കുലേറ്റർ. ഇതിൽ 6 into 180 into 7/22 നടിക്കുമ്പോഴേ നിങ്ങൾക്ക് 343.63 എന്ന് കിട്ടും. ഡിഗ്രി മീൻസ് സെപ്പറേറ്റ് ചെയ്യുന്ന കട്ട ഇതാണ്. അതിൽ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് 343 ഡിഗ്രി 38 minutes 11 seconds എന്ന് കിട്ടും. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 343 ഡിഗ്രി 38 minutes 11 seconds. Okay, one more question. -4 radian നെഗറ്റീവ് ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. ദിസ് ഈസ് ഈക്വൽ ടു -4 into 180/π. ഫോർമുല നിങ്ങൾ എഴുതണം എല്ലാ പ്രോബ്ലത്തിലും. ദിസ് ഈസ് ഈക്വൽ ടു -4 into 180/π ഈസ് 22/7 തന്നിട്ടുണ്ടെങ്കിൽ മാത്രം വാല്യൂ കൊടുത്താൽ മതി. -4 into 180 into 22/7 റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 7/22. ദിസ് ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്ററിൽ കാൽക്കുലേഷൻ ചെയ്യുക. -229.09 ഡിഗ്രി എന്ന് കിട്ടും. അല്ല, സെപ്പറേറ്റ് ചെയ്ത് എഴുതണമെങ്കിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കാണിച്ചതുപോലെ ചെയ്യുമ്പോൾ -229 ഡിഗ്രി 5 minutes 27 seconds എന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു.